നസ്രിയ പ്രധാന വേഷത്തിൽ വരുന്ന അടുത്തൊരു തമിഴ് വെബ് സീരീസ് ആണല്ലോ മദ്രാസ് മിസ്റ്ററി എന്ന സീരീസ്. ഇതിന്റെ റിലീസ് ഇപ്പോൾ ദീപാവലി റിലീസായി സോണി ലൈവിലൂടെ ഇത് വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നസ്രിയയെ കൂടാതെ തന്നെ ശാന്തനു, നാട്ടി, നാസർ, വൈജി മഹേന്ദ്രൻ എന്നിവരാണ് ഈ സിനിമയിൽ മറ്റുള്ള പ്രധാന വേഷത്തിലെത്തുന്നത്. മഹേഷ് ബാബുവിനെ നായകി രാജ്മൗലി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ആരംഭിക്കുന്നു. അടുത്ത വർഷം ഈ സിനിമയുടെ ഷൂട്ട് ആരംഭിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയുടെ റിലീസ് 2-3 വർഷം നീണ്ടുപോകുമെന്നും ഒരുപക്ഷേ 2028-ലായിരിക്കും സിനിമയുടെ റിലീസ് ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടി നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ കുറുപ്പ് സിനിമയുടെ റൈറ്ററായ ജിതിൻ കെ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമ. ഇതിന്റെ ഷൂട്ട് ഇപ്പോൾ അടുത്ത മാസം നാഗർകോയിൽ ആരംഭിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ ഫിലിം ആയതുകൊണ്ട് തന്നെ സിനിമയിൽ മമ്മൂട്ടി പോലീസ് വേഷത്തിലായിരിക്കും എത്തുക. സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത് സുഷിൻ ശ്യാമും സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയും കൂടിയായിരിക്കും. ലോറൻസ് ചിത്രമായ കാഞ്ചന 4ന്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. സിനിമയിൽ ഇപ്പോൾ നായികയായി ഒരുപക്ഷെ പൂജ ഹെഗ്ഡെ എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് 100 കോടിക്ക് മുകളിലും കൂടിയാണ്. എന്തായാലും സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും കൂടാതെ തന്നെ സിനിമയുടെ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അനശ്വര രാജന്റെ ഒരു തെലുങ്ക് സിനിമ ഇപ്പോൾ വരുന്നു. നാഗചൈതന്യ നായകനാവുന്ന തെലുങ്ക് സിനിമയിലായിരിക്കും ഇപ്പോൾ അനശ്വരരാജൻ നായികയെ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഇതിന്റെ ഡിസ്കഷൻ വർക്കുകളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്നു. ഡിസംബറിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ മോഹൻലാൽ എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം റാം സിനിമയിലേക്കും ജോയിൻ ചെയ്യുക. അതിനുശേഷം ഈ സിനിമ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിജയ് സേതുപതിയുടെ സിനിമകളിൽ തന്നെ മികച്ചൊരു സിനിമയാണല്ലോ 96 എന്ന ചിത്രം. ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഡയറക്ടർ പ്രേംകുമാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. കാർത്തി സിനിമയായ മെയ്യഴകൻ എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡയറക്ടർ പ്രേംകുമാർ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ സിനിമയുടെ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നാണ് ഇപ്പോൾ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സിനിമ ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. വിജയുടെ മകനായ ജെയ്സൺ സഞ്ജയ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമയിൽ സന്ദീപ് കിഷൻ നായകനായി എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലേക്ക് നിർമ്മിക്കുന്ന ഈ സിനിമ ഒരു സ്പോർട്സ് ബേസ്ഡ് ആക്ഷൻ ഫിലിമും കൂടിയാണ്. ധനുഷ് നിലവിൽ സംവിധാനം ചെയ്തതിന് പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് നീക്ക് എന്ന ചിത്രം. ഈ സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ ധനുഷിന്റെ അടുത്തൊരു സിനിമ വരുന്നതായ റിപ്പോർട്ടുകൾ. ധനുഷ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ നായകനായി അരുൺ വിജയ് എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിജയ നായകി വിനോദ് സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണല്ലോ തളപതി 69. ഈ സിനിമയിൽ ഇപ്പോഴത്തെ വിജയ് പോലീസ് വേഷത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റൂമറുകൾ. ഒരുപക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ തെരി എന്ന സിനിമയ്ക്ക് ശേഷമാണ് വീണ്ടും വിജയ് പോലീസ് വേഷത്തിലെത്തുന്നത്. സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുക അനിരുദ്ധ രവിചന്ദ്രനും കൂടി തന്നെയായിരിക്കും. പിന്നെ കൂടാതെ തന്നെ ഈ സിനിമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഫിലിമായിട്ടാണ് വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. കാർത്തി ചിത്രമായ സർദാർ 2 സിനിമയുടെ ഒരു പ്രൊമോ ടീസർ ഇപ്പോൾ വരുന്നു. ടീസറിന്റെ സെൻസറിങ് എല്ലാം ഇപ്പോൾ കഴിഞ്ഞു എന്നും കൂടാതെ തന്നെ അതിന്റെ റൺ ടൈം എന്ന് പറയുന്നത് 3 മിനിറ്റും 3 സെക്കൻഡും കൂടിയാണ്. ഒരുപക്ഷെ ഉടൻ തന്നെ ഇതിന്റെ ഒരു പ്രൊമോ ടീസർ വരുമെന്ന് പ്രതീക്ഷിക്കാം. സൂര്യയുടെ വർഷങ്ങളായി കാത്തിരിക്കുന്ന വാടിവാസൽ സിനിമയുടെ ഷൂട്ടിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ അടുത്ത വർഷം ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ വെട്രിമാറിന് റിലീസാകാൻ പോകുന്ന ഒരു സിനിമയും കൂടിയാണ് വിടുതലൈ 2 എന്ന ചിത്രം. അത് ഈ വർഷം അവസാനം ഡിസംബറിലായിരിക്കും റിലീസാവുക. അതിനുശേഷം ഈ സിനിമയുടെ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ധൂം സീരീസിൽ അടുത്തതായി വരാനിരിക്കുന്ന സിനിമയാണല്ലോ ധൂം 4 എന്ന ചിത്രം. ഈ സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയിൽ വില്ലൻ വേഷത്തിൽ തമിഴിൽ നിന്ന് സൂര്യ എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റൂമറുകൾ. കൂടാതെ തന്നെ സിനിമയുടെ ഡിസ്കഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയിൽ നായകനായി എത്തുക രൺബീർ സിംഗും കൂടിയായിരിക്കും. ഈ വർഷം ബോളിവുഡിൽ നിന്നിറങ്ങിയ ഒരു മികച്ചൊരു ആക്ഷൻ സിനിമയായിരുന്നല്ലോ കിൽ എന്ന ചിത്രം. ഇതിന്റെ ഒരു തെലുങ്ക് റീമേക്ക് ഇപ്പോൾ വരുന്നു. സിനിമയിൽ നായകനായി രാഘവ ലോറൻസും സിനിമ സംവിധാനം ചെയ്യുന്നത് കില്ലാടി സിനിമയുടെ സംവിധായകനായ രമേശ് വർമ്മയും കൂടിയാണ്. രചന ചിത്രമായ കൂലി സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ വിശാഖപട്ടണത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായി കന്നഡ ആക്ട്രസ്സായ രജിത റാം എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയുടെ വിശാഖപട്ടണം ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തു എന്നും റിപ്പോർട്ടുകളുമുണ്ട്.